നമസ്കാരം. ഇന്നലെ വൈകുന്നേരം മാധ്യമത്തിന്റെ ഓൺലൈൻ എഡിഷനിലും മീഡിയ വണ്ണിലും ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുന്നു. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ആ വാർത്ത ഇങ്ങനെയാണ്: വിദ്വേഷ പ്രചാരണം, എക്സ് മുസ്ലിം നേതാവ് ആരിഫ് ഹുസൈനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. ചങ്കുറപ്പുള്ളവന്മാരെ തല്ലുണ്ടാക്കും. ഈ ഈരാളി ബാലിന് കൈമുതലായിട്ട് തന്റെ ഇടം മാത്രമേ ഉള്ളൂ. ഊരാൻ പറയടാ ഏരപ്പാളികളോട്. എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന സ്ഥാപനത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയെന്ന പരാതിയിലാണ് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. നേരത്തെ സ്ഥാപനാധികാരികൾ പന്തീരങ്കാവ് പോലീസിന് പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ 3-4 മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശം പോലീസിന് എന്ത് തരണം? തുടർന്നാണ് സ്ഥാപനം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി ആരിഫ് ഹുസൈനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇവനെ വെറുതെ വിട്ടാൽ നമ്മുടെ വംശം മുടിച്ചു കളയും. ആരിഫ് ഹുസൈൻ തെരുവോത്ത് സ്വയം വിശേഷിപ്പിക്കുന്നത് എക്സ് ജിഹാദി എന്നാണ്. അത് പറയാൻ എനിക്കൊരു നാണവുമില്ല. എന്താ കാരണം? ഇസ്ലാമിക തീവ്ര നിലപാടുകൾ എടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു താനെന്നും പിന്നീട് താൻ ഖുറാൻ പൂർണ്ണമായും വായിച്ചപ്പോഴാണ് തെറ്റുബോധ്യപ്പെട്ടതെന്നും പറഞ്ഞ് ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും അധികം വെറുക്കുന്ന വ്യക്തിയായിരിക്കും ആരിഫ് ഹുസൈൻ. ഇതുവരെ ഈ നാട്ടുകാർ മാമ്പള്ളി കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് ഭയഭക്തിയോട് കൂടിയാ. ഇന്ന് പരിഹാസമാണ്. അതും ഒരു പീറ ചെറുക്കം കാരണം. മറുപടി പറയാൻ പച്ച മലയാളത്തിൽ പോലീസ് ഭാഷയിൽ എന്റെ കയ്യിൽ ഒറ്റ വാക്കേ ഉള്ളൂ: പോയി വരും. കേരളത്തിലെ മുസ്ലിം വിരുദ്ധരുടെ കൺകണ്ട ദൈവമായി ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദി മാറിയത് അങ്ങനെയാവാം. അതെ സാർ, എന്റെ ദൈവമാണ്. കടപ്പാടിന്റെ അർത്ഥം ചോദിക്കരുത് സാർ. അദ്ദേഹം ഒരു അന്യമതസ്ഥനല്ലാത്തതിനാൽ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ ആരിഫിനെതിരെ നിയമപരമായി കേസെടുക്കാൻ സാധ്യമല്ല. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. ആരിഫ് ഇസ്ലാം മതം ഉപേക്ഷിച്ചെങ്കിലും മറ്റൊരു മതവും സ്വീകരിക്കാത്തതുകൊണ്ടും മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കാത്തതുകൊണ്ടും ഇസ്ലാം മതത്തെക്കുറിച്ച് ആരിഫ് പറയുന്നത് ഒന്നും നിയമവിരുദ്ധമല്ല. ഇതായിരുന്നു അവന്റെ കോൺഫിഡൻസ്. പക്ഷെ ആരിഫിനെതിരെ ഒരു എഫ്ഐആർ ഇട്ടത് വലിയ ആഘോഷമാക്കുകയാണ് ആരിഫ് വിരുദ്ധരും തീവ്ര ഇസ്ലാമിക ഹാൻഡിലുകളും. ഞങ്ങളൊരു രസത്തിന് വെറുതെ ചാവാൻ നോക്കണ്ട. അവൻ തിരിച്ചു വന്നാണ്ടല്ലോ കോഴി ഇറക്കണ പോലെ ഇറക്കും. ആരിഫ് പക്ഷെ ഇതിനെ ഒരു അവസരമായി എടുക്കുന്നു. ഇന്നലെ മുതൽ തുടർച്ചയായി ആരിഫ് ഈ വിഷയം കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്ക് നന്നാവില്ല. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. എന്തായാലും ഈ മുന്നറിയിപ്പ് നടത്തുന്നതിന് എതിരെ കേസിന് പോകാൻ അവർ തീരുമാനിച്ച സ്ഥിതിക്ക് അവർക്കെതിരെ കൃത്യമായ പരാതിയായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇനി പോകുന്നത്. അതായത് ഈ വിഷവൈദ്യന്മാര് ഉഗ്രവിഷമുള്ള പാമ്പിനെ വിളിച്ചു വരുത്തി അതിനെ കൊണ്ട് കടിയേറ്റവന്റെ മുറിപ്പാടിൽ നിന്നും വിഷം വലിച്ചെടുപ്പിക്കില്ലേ? അതാണ് എന്റെ പ്ലാൻ. നമ്മൾ സ്നേഹത്തിന്റെ കരങ്ങൾ നീട്ടുമ്പോ നമ്മെ വെല്ലുവിളിക്കുകയാണ് അവർ. വെറുതെ അല്ല അബ്ദുള്ള ബേസിൽ CP ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്ന് പറഞ്ഞത്. മൂപ്പരുടെ നേതൃത്വത്തിൽ നടക്കുന്ന എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന ഉഡായിപ്പ് ഒന്നാം തരം ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് നടക്കുന്നത്. മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. അതിനുള്ള തെളിവാണ് ഈ ചിത്രത്തിലുള്ള വൈറ്റ് കോളർ ജിഹാദി ഡോക്ടറും മൂപ്പരുടെ പ്രസംഗവും. ഇങ്ങനെയിട്ട പോസ്റ്റാണ് വിവാദമായത്. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലവാ. നമസ്കാരം. പുതിയൊരു ട്രോഫി കൂടി കിട്ടിയെന്ന് കേട്ടു. അതെ, എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? എത്രാമത്തെ ട്രോഫിയായി കേസ് എന്ന നിലയിൽ? മുന്നേക്ക് എണ്ണം പിടിക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞ എണ്ണം തെറ്റി. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. ഇതിൽ പറയുന്ന ആളുകൾ അവരെ പിടിച്ചുകൊണ്ടുവന്ന് എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ അബ്ദുള്ള അബ്ബാസിനെ പോലെയുള്ള ആളുകൾ. ഈ മറകെട്ടി ക്ലാസ് എടുത്തതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ശരി, അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇവരിങ്ങനെ പോയി സ്ഥിതിക്കുന്ന പിന്നെ അതൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അത് ഓൾറെഡി നമ്മൾ അത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ധൈര്യമുണ്ടാവുന്നതിന് കാരണം 2: 1 ഭ്രാന്തായതുകൊണ്ട്, 2 ആദർശം കൊണ്ട്. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. നമ്മള് DGPക്കും അതുപോലെ ഇന്റലിജൻസിനും NIA-ക്കൊക്കെ ഫോർവേഡ് ചെയ്യാം. അപ്പൊ അതിന്റെ അന്വേഷണം ഇനി അവർ നേരിടേണ്ടി വരും. കളി തുടങ്ങി. അപ്പോൾ ഇത് വലിയ ആഘോഷമാണ്. നമ്മളുടെ മുക്കാൽ മീഡിയ ആ ഗ്യാങ്ങിൽ ഇത് വലിയ ആഘോഷമായിട്ട് നടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്ത് ചെറുത് കിട്ടിയാലും വലുത് കിട്ടിയാലും ഒക്കെ വലിയ ആഘോഷമായിരിക്കുമല്ലോ. ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. നമ്മൾ പോസ്റ്ററുകൾക്ക് ഒരു സമ്മാനം നമ്മൾ കൊടുക്കണം. 1ാം സമ്മാനം Sponsored by
വെണ്ടർ ചാണ്ടി ഞാൻ സമ്മതിക്കൂല. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്താണ് എക്സ് ആൻഡ് വൈ ലേണിങ്ങിനെതിരെ വിദ്വേഷ പ്രചാരണം. എന്താണ് വിദ്വേഷം എന്നുള്ളത് അവർ പറയുന്നില്ല കേട്ടോ. അത് അതല്ല ഉദ്ദേശം. കേരള പോലീസ് പിന്നെ അങ്ങനെ കുറേ ആളുകളെ ടാഗ് ചെയ്തിട്ടാണ് ആ സാധനം ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിരുന്ന പോസ്റ്റിൽ പോലീസിനെയൊക്കെ ടാഗ് ചെയ്തിടുന്ന ഒരു മഹാനാണ് ഞാൻ എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വിദ്വേഷവും അതുപോലെ തന്നെ കലാപവും സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പോസ്റ്റ് ഇട്ട് ഞാൻ ആ പോസ്റ്റിൽ പോലീസിനെ ടാഗ് ചെയ്ത മഹാൻ. ഓക്കെ, ഇവരെമാരി എല്ലാവരും മദ്രസ പൊട്ടന്മാരാണെന്നാണ് അവരുടെ വിചാരം. പോട്ടെ, സാരല്ല. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. കോടതി നിർദ്ദേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തോ സുപ്രീം കോടതി എന്തോ എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച മാതിരിയാണ് ഇവർ ആഘോഷം കണ്ടത്. നിൻಗೆ ನನ್ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ನನ್ ಹಂದಿ ಮಗನೇ. എന്തായാലും ഇത്ര കിട്ടിയാൽ മതി. ചെറിയ പിള്ളേരെ മാതിരിയാ, ചിന്ന പൈതങ്ങൾ. അത് മതി ഇവർക്ക് ആഘോഷിക്കാൻ. മുക്കാൽ മീഡിയൊക്കെ ഇത് ആഘോഷിക്കുമെന്ന് വന്നു കഴിയുമ്പോൾ എന്താ ഇപ്പൊ ഇതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഇതാണ് ഇതിലൊരു തമാശ. ഇപ്പൊ ഇത് വന്നതോടുകൂടി ഇത് ഇവരുടെ റേഡാറിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇവരത് അന്വേഷിക്കുന്നു, അതിന്റെ ബാക്കി കാര്യങ്ങൾ അവർ ചുരണ്ടിയെടുക്കുന്നു. ഇതാണ് ഇനി മുന്നോട്ട് പോവുക. പകിട പലകേലി വേണല്ലോ, ഇനി കളിക്കാണ്ട് എങ്ങനെയാ പോവാ? അപ്പം ഞാൻ അബ്ദുള്ള അബ്ബാസിനെ ജിഹാദി എന്ന് വിളിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ പൊന്നുണ്ണാക്കന്മാർ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ നന്മയാണ്, ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലും തേനും ഒഴുക്കലാണ്, ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കോരലാണ്, ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കലാണ്. ഇതൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? മോനെ ശാന്ത, അഴകിട്ട് വെച്ചാ ചോറാവൂലടാ, അരി ഇട്ട് വെച്ചാലേ ചോറാവൂ. വിഷയം ഇനി അങ്ങനെ ഞാൻ വിളിച്ചാൽ നിങ്ങൾ കേസിനൊക്കെ പോയി അയ്യേ നാണക്കേട് എന്ന് പറയാൻ ഇതിനേക്കാൾ വലിയ നാണക്കേട് വേറെ വല്ലതും ഉണ്ടോ? നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അത് നന്മയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നിങ്ങൾ ഇനി അഥവാ ജിഹാദി എന്ന് വിളിച്ചാൽ നിങ്ങൾ എന്തിനു പോലീസിൽ കേസ് കൊടുക്കണം? അബ്ദുള്ള അബ്ബാസിലാണ് ഇപ്പോൾ കേസ് കൊടുത്തെന്നും പറഞ്ഞിട്ട് എക്സാൻ മൈൻഡ് മുതലാളി ഇറങ്ങി തിരിച്ചിരിക്കണം. പക്ഷെ ശ്രീധര, അകത്തോട്ട് കയറിപ്പോയ ആ നരിന്ദിനെ മുന്നിൽ നിർത്തി നീയും ഇവന്മാരും നിന്റെ തന്തക്കഴുവനും കൂടി എത്ര ഒത്തുപിടിച്ചാലും ദാണ്ടെ ഈ പിള്ളയുടെ രോമത്തിന്റെ ഔട്ടർ ഫീൽഡിലൊന്നും സ്പർശിക്കാൻ പോലും പറ്റത്തില്ല. അതായത് നമ്മളുടെ ഉണ്ണാക്കന്മാർ അവര് ജിഹാദി എന്ന് ഞാൻ വിളിച്ചു എന്നും പറഞ്ഞ് പോയിരിക്കുകയാണ്. എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഇത്രയ്ക്ക് ഗതികെട്ട ഒരു ജിഹാദികളെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ജിഹാദ് എന്ന് പറഞ്ഞ നന്മയാണെന്ന് വെളുപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും കയറിട്ടാ ജിഹാദി എന്ന് വിളിച്ചു കഴിയുമ്പോൾ അയ്യോ അവൻ എന്നെ ജിഹാദി എന്ന് വിളിച്ചു എന്നും പറഞ്ഞ് കേസിന് പോകുന്ന ഉടായ്പ ജിഹാദികൾ. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ, നാണം കെട്ടവനെ. എന്ന് വെച്ചാൽ സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന കാര്യം, അതാണ് നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മൾ ഉണ്ണാക്കന്മാരുടെ സ്ഥിരം പരിപാടിയാണ് സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന കാര്യത്തിൽ അവർ അഗ്രഗണ്യന്മാരാണെന്ന് പറയാറ്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ കംപ്ലൈന്റ് കൊടുത്തു. ഇവർ ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി ഏജൻസീസിന്റെ റേഡാറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവരുടെ അന്വേഷണങ്ങൾ ഇനി ഡീപ്പറായിട്ട് പോകും. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല ഏട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.